ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ സമയം 9 മണിയാട്ടോ, രാവിലെയാണ്. ജാനിക്കുട്ടി സ്കൂളിൽ പോയി. ശ്രീയേട്ടൻ ഇന്ന് വീട്ടിലുള്ള ദിവസമാട്ടോ. ആൾക്ക് ഞാൻ രാവിലെ തന്നെ ഒരു പണി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മഞ്ഞളാണ് വീട്ടിലാവശ്യത്തിന് വേണ്ടിയിട്ട് ആളത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുഞ്ഞൻ അതിൽ നടപ്പുണ്ട്. അവന് ചെറിയ പനിയുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഇതാട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ. നല്ല രസമില്ലേ? സൂപ്പറായിട്ടുണ്ടല്ലേ? ഇപ്പം വേനലായതുകൊണ്ട് ഇപ്പം 2 ദിവസം മഴയൊന്നും ഇല്ലാഞ്ഞുകൊണ്ടിട്ട് നമ്മുടെ തോടൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ കോഴീനെ തുറന്നു വിട്ടു. ഇനി നമ്മൾ ബാക്ക് ടു നോർമൽ, നമ്മൾ പണിയിലോട്ട് കിടക്കുവാണ്. കുഞ്ഞിന് അവിടെ ഞാൻ ഇരുത്തിയിട്ട് ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിക്കുകയും മടക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. ജാനിക്കുട്ടി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന പണി ഞാൻ ഇതാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ഇനി വേറെ പണിയിലോട്ട് പോവാറുള്ളൂ. അപ്പോൾ അതെല്ലാം കുടഞ്ഞ് വിരിക്കുന്നുണ്ട്. നീലിന് പനിയാട്ടോ, അതുകൊണ്ട് ഞാൻ അവന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവനതിൽ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ജനലിലും സ്റ്റഡി ടേബിളിലും ഒക്കെ നാശമായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇരുത്തിയേക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഓരോ പണി ചെയ്യുവാണ്. ആദ്യം തന്നെ ടേബിളൊക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. കയ്യിൽ കിട്ടുന്നതെല്ലാം കൊണ്ട് എല്ലാവരും ടേബിളിലോട്ടാണ് വയ്ക്കുന്നത്. പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് ഒതുക്കി പെറുക്കുകയൊക്കെ ചെയ്യുവാണ്. ഇപ്പം നമ്മുടെ റോഡ് സൈഡിലായതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. അപ്പോൾ കർട്ടനും ജനലും ഒക്കെ ഞാൻ നല്ലപോലെ പൊടിയൊക്കെ തൂക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്റൂമിലും അതുപോലെ തന്നെ പൊടിയൊക്കെ തൂക്കുക കേട്ടോ. അവിടെയും കർട്ടനിലൊക്കെ പൊടിയാണ്. അപ്പോൾ പൊടി മാറാലയൊക്കെ തൂക്കുവാണ്. അപ്പം ഞാൻ എല്ലാ ദിവസമൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ. ആരെങ്കിലും ശ്രീയേട്ടൻ വീട്ടിലുള്ളപ്പോഴോ ജാനിക്കുട്ടി വീട്ടിലുള്ളപ്പോഴോ ഒക്കെയാണ്. ഇതിപ്പോൾ 2 ആഴ്ചയായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശ്രീയേട്ടൻ പോയി പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അവനൊരു ദോശയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാനത് അവനതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തു. ഇനിയിപ്പോൾ അടിച്ചൊക്കെ വാരിയിട്ട് വേണം അടുക്കളയിലോട്ട് കയറാൻ. അപ്പോൾ അടുക്കളയിലെ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രാവിലെ ചോറൊക്കെ വെച്ചായിരുന്നു കേട്ടോ. ചോറും കറികളൊക്കെ ആക്കിയായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ മിച്ചമുള്ളതൊക്കെ കഴുകാനിട്ടേക്കുവാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പതിയെ കഴുകുന്നുണ്ട് കേട്ടോ. ഒത്തിരി പാത്രമുണ്ട് കഴുകാനായിട്ട്. പാത്രം കഴുകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു ദിവസം നമ്മൾ എന്തേരം പാത്രമല്ലേ കഴുകുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കൂടെ ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിലൊക്കെ അടുപ്പ് കത്തിക്കാറുണ്ട് കേട്ടോ. ചില ദിവസം അടുപ്പ് കത്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തെർമൽ കുക്കറിൽ റൈസ് വയ്ക്കുകയോ അങ്ങനെ ചെയ്യാറാണ് പതിവ്. മഴയൊക്കെ ആണെങ്കിൽ അടുപ്പൊക്കെ കത്തിക്കാൻ പാടല്ലേ. അപ്പോൾ ഞാൻ 2-3 ദിവസം അടുപ്പിച്ചിപ്പം അടുപ്പ് കത്തിച്ചായിരുന്നു. അപ്പോൾ ചാരവും പുകയും ഒക്കെ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ എനിക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും ബാങ്ക് വരെ പോകേണ്ട കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇതൊക്കെ തീർത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വേഗം പണികളൊക്കെ തീർക്കുന്നത്. ഞാൻ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ തേച്ചൊരച്ച് അപ്പോൾ നല്ലപോലെ അമർത്തി ഉരയ്ക്കുന്നുണ്ട്.
എന്നിട്ട് നനഞ്ഞൊരു തുണി കൊണ്ട് ഞാൻ തുടച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സൂപ്പറായിട്ടായിരിക്കുന്ന കണ്ടോ, കരിയോ ചെളിയോ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു ഷെൽഫിൻ്റെ ഭാഗവും കൂടെ ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ പൊടികളൊക്കെ ഞാൻ തിരിച്ചെടുത്ത് വയ്ക്കുവാണ്. എനിക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വോൾട്ടൈലും എല്ലാം ഞാൻ തുടച്ചിട്ടുണ്ട്. ഇനി അടുക്കള ഭാഗവും കൂടെ അടിച്ചു വാരിയിടാം. ശ്രീയേട്ടൻ അവിടെ എന്തോ കാര്യമായിട്ട് എന്തോ പണിയില്ല കേട്ടോ. അല്ലേ, എങ്ങനെയുണ്ട് അടുക്കള? സൂപ്പറായിട്ടില്ലേ? കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ഇതേപോലെ ഇങ്ങനെ അടുക്കും ചിട്ടയോടെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സമാധാനം. കണ്ടോ, ഇനിയിപ്പം 2 ചെടിയുടെ കുറവുള്ള പോലെ തോന്നി. ഞാൻ പൊക്കത്തിൽ കയറി ചെടിയൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ. കണ്ടോ, അവിടെ ഞാൻ ചെടി വെച്ചിട്ടില്ലായിരുന്നു, ഇപ്പം എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പം ഞാൻ അതിൻ്റെ ഇടക്കൂടെ മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം തുണി കൊണ്ടുപോയി വിരിക്കാൻ നല്ല വെയിലുണ്ട്. അപ്പോൾ തുണി ഞാൻ വിരിക്കുവാണ്. മെഷീനിൽ ഞാൻ എല്ലാ തുണിയൊന്നും ഇടില്ല കേട്ടോ. നമുക്ക് പുറത്ത് കഴുകാൻ കുറച്ച് തുണിയുണ്ട്. കുഞ്ഞൻ ഉറങ്ങി കേട്ടോ. അവൻ ഉറങ്ങിയ സമയം നോക്കി നമുക്ക് തോട്ടിൽ പോകണം. തോട്ടിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. കണ്ടോ, ഇത്രയും 2 ബക്കറ്റ് തുണിയുണ്ട്. നമുക്ക് നല്ല ഡ്രസ്സൊക്കെ പുറത്താട്ടോ കഴുകുന്നത്, മെഷീനിൽ ഇടാറില്ല. അപ്പോൾ തോട്ടിൽ വന്നു. അതാട്ടോ നമ്മുടെ വീട്. കണ്ടോ, എങ്ങനെയുണ്ട് ഈ സ്ഥലം? സൂപ്പറല്ലേ? നല്ല എളുപ്പമാട്ടോ നമുക്കിങ്ങനെ തോട്ടിലൊക്കെ വന്ന് അലക്കാനെന്ന് പറയുന്നത്. നല്ല സുഖമുള്ള പരിപാടിയാണ്. നല്ല വൃത്തിയാകുകയും ചെയ്യും. തുണിയൊക്കെ നല്ല സുഖമായിട്ട് അലക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കുറവാട്ടോ, മഴയില്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വന്നു, കുളിച്ചു, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക കേട്ടോ. ഉച്ചയായി. പിന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. മീൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. എന്നിട്ടിപ്പോൾ ബാങ്കിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന വരുവാട്ടോ. കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിലും കൂടെ കാണിക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ വന്നു. നമ്മൾ പോവുകയാണ്. നീരൂരത്ത് ബാങ്കിലാട്ടോ പോകുന്നത്. അപ്പോൾ ബാങ്കിലോട്ട് പോവുകയാണ്. നല്ല വെയിലാട്ടോ. എങ്ങനെയുണ്ട് പൈനാപ്പിൾ തോട്ടവും? ഇത് നമ്മുടെ കനാല് ആട്ടോ. കനാല് വഴിയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്, നല്ല വെയിലാണ്. അപ്പോൾ ബാങ്കിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിൽ പോയിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാട്ടോ. അപ്പോൾ ജാനിക്കുട്ടി വരാൻ സമയമായിട്ടുണ്ട്. 3:45 കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജാനകിനെ കൂട്ടാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ കണ്ണിൽ മുളക് വട വെട്ടത്. അപ്പോൾ പിന്നെ മുളക് വടയൊക്കെ മേടിച്ച് ജാനിക്കുട്ടീനെയായിട്ട് വീട്ടിൽ വന്നു. പിന്നെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ശ്രീയേട്ടൻ ആ മീൻ വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് കറി വെച്ചു, കുറച്ചെടുത്ത് വറുത്തു. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ചെടിക്ക് വിളക്ക് വെച്ചു. പിന്നെ നമ്മുടെ തുണിയെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് അപ്പോൾ തുണിയെല്ലാം മടക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.